ആദ്യം പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന കാലയളവാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗത്തിന് സാധ്യത ഉള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ഉറപ്പായിട്ടും നിങ്ങളുണ്ടാവും. അതിൽ മാറ്റമൊന്നും ഇല്ല. ഈ വിഷുവർഷം വളരെ ഗുണകരമായിരിക്കും. നിങ്ങളുടെ കൃഷിയിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷം. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ, ആദ്യം പറഞ്ഞതാണ്, പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ വളരെ നല്ല സമയമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലയിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്ന വർഷമാണ്. പക്ഷേ കുറേയൊക്കെ സന്തോഷങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഭിചാര ദോഷങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം നിങ്ങളുടെ കുടുംബത്തിൽ വരാതെ ശ്രദ്ധിക്കുക. പൊതുവെ പൂരാട നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഗുണകരമായ ഒരു വർഷമാണ് 2026 വിഷുവർഷം എന്ന് പറയുന്നത്. പക്ഷേ അതിന് നിങ്ങൾ കൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂരാട നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ വിഷു വർഷക്കാലം എപ്രകാരമാണെന്നുള്ളതാണ്. ഇന്നത്തെ അധ്യായത്തിൽ ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷം എപ്രകാരമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഉത്രാടത്തിനെ സംബന്ധിച്ച് ഉത്രാടത്തിന് പ്രധാനമായിട്ടും പ്രണയം സഫലമാകുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അതുപോലെ ഈ സൂര്യദശ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രാഹുവിൻ്റെ അപഹാരം അതിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഏതെങ്കിലും ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെ കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസിക രോഗങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രദ്ധ വച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. ചെറിയൊരു കാരണം മതിയാവും. മാനസിക സംഘർഷം വർദ്ധിച്ച് അതൊരു രോഗാവസ്ഥയിലേക്ക് പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് ഉത്രാടത്തിനെ സംബന്ധിച്ച്. അതായത് കുറേ നാളുകളായിട്ട് സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന, PSC ഒക്കെ എഴുതി ഒരു പരുവായിട്ടിരിക്കുന്നവർക്കൊക്കെ ഭൂരിഭാഗം പേർക്കും ഒരു നല്ല സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന കാലയളവാണ്. പുതിയ വ്യവസായങ്ങൾ, ഏതെങ്കിലുമൊക്കെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ, അത് ഏത് മേഖലയായിരുന്നാലും കുഴപ്പമില്ല, ഏത് മേഖലയിലായിരുന്നാലും പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ആഭിചാര ദോഷങ്ങൾ ഏൽക്കുവാൻ, അതായത് നെഗറ്റീവ് വൈബ്സ് നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ഈ ഒരു വിഷുവർഷത്തിന് വളരെയധികം സാധ്യതയുണ്ട്. അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് കുറച്ചൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നമനമൊക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആഭിചാര ദോഷങ്ങൾ ഏൽക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. വിദ്യാഭ്യാസപരമായി ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 3 മാസക്കാലം ചെറിയ തടസ്സങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതായത് മേടം, ഇടവം, മിഥുനം, ഇങ്ങനെ 3 മാസങ്ങളിൽ വിദ്യാഭ്യാസപരമായി തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള എന്തിനൊക്കെ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് അത് മാറും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനൊക്കെ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. അതുപോലെ കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന കാലയളവാണ്. മംഗളകർമ്മങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും, ഇപ്പോൾ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ മക്കൾ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, സ്വമേധയാ ഉള്ള നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ, അതായത് വിവാഹമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ നടക്കുവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവേ ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു വിഷു വർഷത്തിൽ കുറേയൊക്കെ സന്തോഷങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഭിചാര ദോഷങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം നിങ്ങളുടെ കുടുംബത്തിൽ വരാതെ ശ്രദ്ധിക്കുക. അത് വരുമ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. നിയന്ത്രണത്തോടുകൂടി, ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് ഉത്രാടത്തിന് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കുടുംബജീവിതം നയിക്കുന്നവർക്ക്. തൊഴിൽ സംബന്ധമായി ആദ്യം പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന കാലയളവാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗത്തിന് സാധ്യത ഉള്ളവർ
അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ഉറപ്പായിട്ടും നിങ്ങളുണ്ടാവും. അതിൽ മാറ്റമൊന്നും ഇല്ല. പൊതുവേ ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു വിഷു വർഷത്തിൽ കുറേയൊക്കെ സന്തോഷങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഭിചാര ദോഷങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം നിങ്ങളുടെ കുടുംബത്തിൽ വരാതെ ശ്രദ്ധിക്കുക. വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് കുറച്ചുകൂടി സാലറിയോടുകൂടി മറ്റൊരിടത്തേക്ക് പോകുവാനുള്ള സാധ്യതയും ഈ വിഷു വർഷത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായി ഉത്രാട നക്ഷത്ര ജാതർക്ക് പുതിയ ഭൂമി ലഭ്യമാകുന്ന കാലയളവാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. പക്ഷേ വാങ്ങിക്കുന്ന ഭൂമിയിൽ ചെറിയ ചതിവുകൾ വരുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭൂമി നല്ലതാണോ, ഭൂമിക്ക് ആ ഭൂമിയിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസ് വകകൾ നടക്കുന്ന ഭൂമിയാണോ, ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൈവയ്ക്കാൻ പോകാവൂ. ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും വന്നു ഭവിക്കുവാൻ സാധ്യത ഉണ്ട്. മുകൾ തട്ടിൽ മേൽത്തട്ടിൽ നിൽക്കുന്ന ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ മേൽത്തട്ടിൽ നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നോ വീഴ്ച സംഭവിക്കുവാനും തന്മൂലം കൈകൾക്കോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ, അതായത് നമ്മുടെ ഈ തോളലിൻ്റെ ഭാഗത്തോ പൊട്ടലോ അല്ലെങ്കിൽ ഒടിവോ വരുവാൻ സാധ്യത ഉത്രാട നക്ഷത്രജാതർക്ക് കൂടുതലാണ്, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾക്ക്. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് ഒന്ന് നടക്കുമ്പോൾ പോലും കുറച്ചൊക്കെ ഒന്ന് ജാഗ്രതയോടുകൂടി നടക്കുന്നത് നല്ലതായിരിക്കും. വ്യാവസായികപരമായി പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ, ആദ്യം പറഞ്ഞതാണ്, പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ വളരെ നല്ല സമയമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലയിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്ന വർഷമാണ്. പക്ഷേ നിങ്ങൾ കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കൂടെ നിർത്താവൂ. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതും കൂടെ നിങ്ങൾ അറിയാതെ അവരെടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടെ നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കേണ്ട, പണി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ആലോചിച്ച് നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ളത് നിങ്ങൾ നേടിയെടുക്കുക. അവിടെ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മളിലുണ്ടെങ്കിലേ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക. വിവാഹത്തിന് ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹത്തിന് അത്ര ഗുണകരമായ ഒരു വർഷമല്ല ഈ വിഷു വർഷം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാർക്ക് അത്യാവശ്യം ഗുണകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധം ഒക്കെ നിങ്ങളിൽ വന്നു ഭവിക്കുന്ന ഒരു കാലയളവാണ്. പ്രണയ സംബന്ധമായി പ്രണയം സഫലമാകും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അത് ഭൂരിഭാഗം പേരുടെ, അതായത് ഒരാളോട് നിങ്ങൾക്ക് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയം നിങ്ങൾക്ക് തുറന്നു പറയുവാനും അത് സഫലമാകുവാനും ഒക്കെയുള്ള സാഹചര്യം ഈ വിഷു വർഷത്തിൽ ഉണ്ട്. അതുപോലെ ആ പ്രണയം പിൽക്കാലത്ത് വിവാഹത്തിൽ കലാശിക്കുവാനും സാധ്യത ഉണ്ട്. എന്നാൽ 50% ഉത്രാട നക്ഷത്ര ജാതകരുടെ മാത്രമേ അങ്ങനെ വിവാഹത്തിലേക്ക് കലാശിക്കുവാനുള്ള സാധ്യതയുള്ളൂ. ബാക്കി 50% 1.5 വർഷത്തിനുള്ളിൽ ആ ബന്ധം ശിഥിലമാകുവാനും സാധ്യതയുണ്ട്. അതുകൂടി മനസ്സിൽ വച്ചിരിക്കുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ളവർക്ക് ആദ്യം പറഞ്ഞത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം. ഈ ആരോഗ്യ സംബന്ധമായിട്ട് ഞാൻ ഈ സൂര്യദശയിൽ രാഹുവിൻ്റെ അപഹാരം നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. മാനസിക ആരോഗ്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലൊക്കെ വരും. കാരണം ഈ സൂര്യനിൽ രാഹുവിൻ്റെ അപഹാരം വന്ന് ഭവിക്കുമ്പോൾ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അതൊരു കോസ്മിക് ലോയാണ്. അപ്പോൾ ഏത് പ്രതിസന്ധിയെയും മനസ്സ് ശക്തിപ്പെടുത്തി തന്നെ നിങ്ങൾ നിയന്ത്രിച്ച് മുമ്പോട്ട് പോകണം. അതിനുള്ള എല്ലാ കഴിവുകളും ഉത്രാട നക്ഷത്രത്തിനുണ്ട്. അത് പക്ഷേ നിങ്ങൾ നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം, എങ്കിലേ അത് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അതുപോലെ ഉത്രാട നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് എടുത്തുചാട്ടം, അതുപോലെ ദേഷ്യമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു കാലയളവിൽ. അതൊക്കെ ഒന്ന് കുറയ്ക്കുക. കാരണം എപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. എപ്പോഴെങ്കിലും അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവർ തിരിച്ച് പ്രതികരിക്കുന്നത്. അതൊക്കെ നമുക്ക് താങ്ങാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. സാമ്പത്തിക പുരോഗതി നന്നായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാലയളവാണ്. പരിശ്രമിക്കുക. അതിന് ഈശ്വരാധീനം നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും ഈ വിഷുവർഷത്തിൽ തുറന്നു വരും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാകും. കൃഷി, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ വിഷുവർഷം വളരെ ഗുണകരമായിരിക്കും. നിങ്ങളുടെ കൃഷിയിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷം. പൊതുവെ പൂരാട നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഗുണകരമായ ഒരു വർഷമാണ്
2026 വിഷുവർഷം എന്ന് പറയുന്നത്. പക്ഷേ അതിന് നിങ്ങളുകൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പൊതുവെ ഉത്രാട നക്ഷത്രം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ വെറും കള്ളത്തരങ്ങളാണെന്നൊക്കെ വിചാരിച്ച് ചിലപ്പം ഈശ്വരനോടുള്ള വിശ്വാസം പോലും കുറഞ്ഞു വരുന്നൊരു ഘട്ടമായിരിക്കും അത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒന്നിനോടുമുള്ള നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് എവിടെയോ ഇരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ഒരു കോസ്മിക്സിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ലെവൽ ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവത്തുള്ളൂ. അതാണ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ തിയറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കൃത്യമായി ചെയ്ത് മുമ്പോട്ട് പോവുക. ഈ ദൈവാധീനം വർദ്ധിച്ചു വരുന്ന കാലയളവാണ് ഉത്രാടത്തിന്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുക. ദോഷപരിഹാരാർത്ഥം ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുകയും ഗണപതിക്ക് വേണ്ട വഴിപാടുകൾ കൃത്യമായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൃത്യമായി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യഭഗവാനെ എല്ലാ ദിവസവും രാവിലെ 3 തവണ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ സൂര്യഭഗവാന് ഞാൻ ഇപ്പോൾ മുൻപൊരു നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സൂര്യഭഗവാന് മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുന്നത്. ശിവക്ഷേത്രത്തിൽ നിങ്ങൾ കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി രാവിലെ ഒരു 15 മിനിറ്റ് പഞ്ചാക്ഷരി മന്ത്രം ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഉത്രാട നക്ഷത്രത്തിന്. അതുപോലെ മഹാവിഷ്ണുവിന് പാൽപ്പായസ നേദ്യവും സുദർശന മന്ത്രാർച്ചനയും, ഈ 2 കാര്യങ്ങളും ഉത്രാട നക്ഷത്ര ജാതർ കൃത്യമായി ചെയ്ത് മുമ്പോട്ട് പോവുക. പാൽപ്പായസ നേദ്യവും സുദർശന മന്ത്രാർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക. മുരുകനെ നന്നായി പ്രാർത്ഥിക്കുക. മുരുകൻ്റെ ആ വേലിനെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്ന ഉത്രാടത്തിന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നാഗദൈവങ്ങളെയും കുടുംബ പരദേവതകളെയും ഉത്രാട നക്ഷത്ര ജാതർ മറന്നു പോകാതെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. ആയില്യത്തിന് വ്രതമനുഷ്ഠിക്കുന്നതും ആയില്യ അർച്ചന നടത്തുന്നതും അതുപോലെ പിതൃക്കൾക്ക് വേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നതും പരദേവതകളെ, നിങ്ങളുടെ കുടുംബ പരദേവതകളെ മനസ്സിലെപ്പോഴും ധ്യാനിക്കുന്നതും അവർക്ക് രാവിലെ ഒരു തിരിയെങ്കിലും കൊളുത്തി പിതൃക്കളെയും പരദേവതകളെയും ധ്യാനിച്ച് കൊളുത്തി വെച്ചിട്ട് ഇറങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി ഐശ്വര്യങ്ങൾ ഉണ്ടാക്കും. പൊതുവെ ഉത്രാട നക്ഷത്ര ജാതർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. എല്ലാ ഉത്രാട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. നമസ്കാരം.